ഹായ് ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോട്ട്സാണ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ് ഈസ് ഓഫ് കോഴ്സ് ദ വേർഡ് ഇറ്റ് സെൽഫ്. സോ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? നമ്മൾ പോകാൻ പോകുന്ന പ്ലേസിൻ്റെ പേരാണ് തെന്മല. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു പ്ലേസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രദേശമാണ്. നിങ്ങളിനി ട്രിവാൻഡ്രത്ത് നിന്നാണ് പോകുന്നതെങ്കിൽ അപ്രോക്സിമേറ്റ് 70 കിലോമീറ്ററാണ് തെന്മലയിലേക്കുള്ള ഡിസ്റ്റൻസ്. കൊല്ലത്തു നിന്നാണെങ്കിൽ 65ഉം കൊച്ചിയിൽ നിന്നാണെങ്കിൽ അപ്രോക്സിമേറ്റ് 180 കിലോമീറ്ററുമാണ് തെന്മലയിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് തെന്മലയിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ ഏകദേശം ഒരു 1 hour കൊണ്ട് നമ്മൾ തെന്മലയിലെത്തി. തെന്മലയെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യം നമുക്ക് അതേപോലെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പെർ ഹെഡ് 480 റുപ്പീസാണ് കേട്ടോ. 480 റുപ്പീസ് അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ആ ഒരു പാക്കേജിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. റോക്ക് ക്ലൈംബിംഗ്, ഡിയർ സെൻറ്റർ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ബോട്ടിംഗ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഈ 480 പാക്കേജിലുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ ആദ്യത്തെ ടൈം സ്ലോട്ട് വന്നിട്ട് അഡ്വഞ്ചർ സോൺ ആയിരുന്നു. വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും വ്യത്യസ്തമായി തോന്നിയത് ട്രീ ബ്രിഡ്ജിലൂടെ ഉള്ളൊരു യാത്രയാണ്. അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സൈക്ലിങ്ങും റോക്ക് ക്ലൈംബിങ്ങും ഒക്കെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. പക്ഷെ മീൻ ടൈം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പ്രകൃതിയായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് ഈ പ്രദേശം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കൂടിയാണ് തെന്മല. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഒരു വനമാണ്. ശരിക്കും നമുക്ക് വനത്തിലൂടെ പോകുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ശരിക്കും നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ ആവശ്യകതയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്ലേസാണ് കേട്ടോ. ഇവിടെ നിന്ന് റോക്ക് ക്ലൈംബിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. പക്ഷേ മീൻ ടൈം അതൊക്കെ സ്റ്റോപ്പാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് നേച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അവർ ശരിക്കും ഈ ഒരു പ്ലേസ് എൻജോയ് ചെയ്യുമെന്നുള്ള കാര്യം ഷുവറാണ്. മുൻപ് ഈ വനത്തിൽ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ വനത്തിലൂടെ ചെന്നെത്തുന്നത് ഒരു തടാകത്തിലേക്കാണ്. ശരിക്കും നമുക്ക് വനത്തിലൂടെ പോകുന്ന ഒരു ഫീല് തന്നെ തരാൻ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി. ശരിക്കും നമ്മൾ ഈ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുൻപിലൂടെയും പുറകിലൂടെയൊക്കെ പോകുന്ന കുറേ കുട്ടികൾ പറയുന്ന മുത്തശ്ശി കഥകളൊക്കെ കേട്ട് പോകാൻ അത് മറ്റൊരു അനുഭവം തന്നെയായിരുന്നു. ഫാമിലീസ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരേപോലെ ആസ്വദിക്കുന്ന പ്ലേസാണ്. അങ്ങനെ നമ്മൾ ചെന്നെത്തിയ ഡെസ്റ്റിനേഷൻ ഓരോ യാത്രക്കാരെയും വ്യത്യസ്തമായ അനുഭവത്തിലൂടെ തൃപ്തിപ്പെടുത്തുമെന്നുള്ള കാര്യവും ഷുവറാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എത്തിയ മറ്റൊരു പ്ലേസാണ് ഡിയർ സെൻറ്റർ ആയിരുന്നു. ഇതും വളരെ വ്യത്യസ്തമായൊരു പ്ലേസാണ് കേട്ടോ. എസ്പെഷ്യലി കുട്ടികൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. അവർ മൃഗങ്ങളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ശരിക്കും അവർ ആ ഒരു ലോകം എൻജോയ് ചെയ്യുമെന്നുള്ള കാര്യം ഷുവറാണ്.
ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന പ്ലേസ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ പ്ലേസാണ്. മറ്റൊന്നുമല്ല, ഡാം തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. വെള്ളത്തിലൊക്കെ നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു കണ്ണാടിയുടെ ഫീല് തന്നെയാണ് തരുന്നത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവങ്ങളായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസിലൂടെ ആയിരുന്നു ആ ടൈമിലൊക്കെ കടന്നുപോയത്. She's waiting for love to be realized. I'll send her my heart covered as a gift and hope that she'll take it into her side. La 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 la. ഓരോ പ്ലേസിൻ്റെ ഭംഗിയും വാക്കുകൾക്കപ്പുറമാണ്. അപ്പോൾ ഈ പ്ലേസും നിങ്ങളുടെ യാത്രാ ലിസ്റ്റിലുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.